ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വേറൊരു സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഗ്ലൈക്കോളിക് ആസിഡ് ക്രീം 6% ഗ്ലൈക്കോസിക്സിൻ്റെ ആണ് ഈ ക്രീം. അപ്പോൾ ഇത് എന്തിനാണെന്നല്ലേ, കുറേ പേർക്ക് അറിയുന്നുണ്ടാവും ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫേസിൽ ഇപ്പോൾ കരിമങ്ങലം വരിക, അതുപോലെ തന്നെ കൈയിൻ്റെ മുട്ടിലെയും കാലിൻ്റെ മുട്ടിലെല്ലാം ബ്ലാക്ക് കളേഴ്സ്, അതുപോലെ തന്നെ കഴുത്തിൽ നല്ല ബ്ലാക്ക് കളേഴ്സൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതുപോലെ പിമ്പിൾ മാർക്സ്, ഇതെല്ലാം ക്യൂർ ചെയ്തിട്ട് ഇറേസ് ചെയ്ത് നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഡെർമറ്റോളജിസ്റ്റ്, സ്കിൻ സ്പെഷ്യലിസ്റ്റൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഓയിൻമെൻറ്റാണ് ഇത് സംഭവം. ഇതിപ്പോൾ നമുക്ക് ആമസോണിലും നൈക്കയിലും ഇല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിലെല്ലാം ഈ സാധനം അവൈലബിൾ ആവും. ഞാനിപ്പോൾ ആമസോണിൽ നോക്കിയപ്പോൾ 197 റുപ്പീസാണ് ഇതിന് വരുന്നത്. ഈ സെയിം ക്രീമിന് വരുന്നത് 197 റുപ്പീസാണ്. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും ഇപ്പോൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ജസ്റ്റ് ഒന്ന് കയ്യിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ നെക്കിൽ എവിടെയെങ്കിലും ജസ്റ്റ് ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്ത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് 24 hours കഴിഞ്ഞ് നിങ്ങൾക്ക് അതിന് റിയാക്ഷൻസ് ഒന്നും ഇല്ലാതെ ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ സാധനം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സ്കിന്നിൽ ഏതായാലും ബേണിങ് സെൻസേഷനോ ഇല്ലെങ്കിൽ പിന്നെ ഇറിറ്റേഷനൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണം, ഫേസ് വാഷ് ചെയ്യണം, എന്നിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വീക്കിലി 3 ഡേയ്സാണ് ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ റെഗുലർലി അപ്ലൈ ചെയ്യാൻ പാടില്ല, വീക്കിലി 3 ഡേയ്സ്. അപ്പോൾ ഇത് അപ്ലൈ ഫേസ് വാഷ് ചെയ്തിട്ട് ഈ ക്രീം ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്തിട്ട് നന്നായിട്ട് കയ്യിൽ റബ്ബ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുക. ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മോയ്സ്ചറൈസർ വെച്ച് ഇത് ലോക്ക് ചെയ്യണം. മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്കിൻ ഇഷ്യൂവിന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന ആളാണ്, മെഡിക്കേഷൻ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൻമെൻറ്റ് യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്കിൻ ഡോക്ടറെ കാണിച്ചിട്ട് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ഓയിൻമെൻറ്റ് യൂസ് ചെയ്തതിന് ശേഷം സെറം അങ്ങനെയുള്ള ഒരു ഐറ്റംസും യൂസ് ചെയ്യേണ്ട, ഓൺലി മോയ്സ്ചറൈസർ.